ഞാൻ യവനന്ദൻ, ഭാരതസംഘം പേരുക്കട മേഖല സൗനഗർ ബ്രാഞ്ച് അംഗമാണ്. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഭരണഘടനയിൽ കുട്ടികൾക്കുള്ള പങ്കിനെ പറ്റിയാണ്. ഇന്ത്യ കുട്ടികളെ രാജ്യത്തിൻ്റെ സംരക്ഷണത്തിനും പാർപ്പിടത്തിനും അവരെ യോഗ്യരായി കണക്കാക്കുകയും മുതിർന്നവർക്കൊപ്പം കുട്ടികൾക്കും പൗരത്വത്തിൻ്റെ അടിസ്ഥാന മൗലികാവകാശങ്ങളും നിർദ്ദേശ തത്വങ്ങളും നൽകപ്പെടുന്നു. ഈ അവകാശങ്ങൾ ഇനി പറയുന്നവ ഉൾക്കൊള്ളുന്നു: സമത്വത്തിൻ്റെ അവകാശം, വിവേചനത്തിനെതിരെയായുള്ള അവകാശം, വ്യക്തി സ്വാതന്ത്ര്യത്തിനും നിയമാനുസൃതമായ നടപടിക്രമത്തിനുമുള്ള അവകാശം, കടത്തിക്കൊണ്ടു പോകുന്നതിനും നിർബന്ധിത തൊഴിലാളികളിൽ നിന്നും സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം, സാമൂഹിക അനീതിയിൽ നിന്നും എല്ലാത്തരം ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടാനുള്ള ദുർബല വിഭാഗങ്ങളുടെ അവകാശം, കുട്ടികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച് ഐക്യരാഷ്ട്ര സഭയുടെ കൺവെൻഷനുകൾക്ക് അനുസൃതമായി ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യയിലെ കുട്ടികൾക്ക് ചില അവകാശങ്ങൾ നൽകുന്നുണ്ട്. ഈ അവകാശങ്ങൾ ഇവയാണ്: 6 മുതൽ 14 വയസ്സ് പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധവുമായ പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, 14 വയസ്സ് വരെ അപകടകരമായ തൊഴിലിൽ നിന്നും സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം, അവരുടെ പ്രായത്തിനോ ശക്തിക്കോ അനുയോജ്യമല്ലാത്ത തൊഴിലുകളിൽ പ്രവേശിക്കാൻ സാമ്പത്തിക ആവശ്യം മൂലം ദുരുപയോഗം ചെയ്യപ്പെടാതിരിക്കാനും ആരോഗ്യകരമായ രീതിയിലും സ്വാതന്ത്ര്യത്തിലും അന്തസ്സിലും വികസിക്കാനുള്ള തുല്യ അവസരങ്ങൾ ഓരോ കുട്ടിയും രാജ്യത്തിൻ്റെ സുരക്ഷയുടെ കവചം അറിയിക്കുന്നു. എന്നാൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് ചൂഷണത്തിനും ആക്രമണത്തിനും ഇരയാകുന്ന പ്രത്യേക വിഭാഗങ്ങളുണ്ട്. ലിംഗവിവേചനം, ശൈശവ വിവാഹം, ബാലവേല മുതലായവയുടെ ഇരകളാണിവ. ഒരു കുട്ടിയെ സാധ്യമായതും തുടർന്നുള്ള ചൂഷണത്തിൽ നിന്നോ വിവേചനത്തിൽ നിന്നോ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യൻ ഭരണഘടനയിൽ നിരവധി വ്യവസ്ഥകൾ പ്രതിപാദിച്ചിരിക്കുന്നു. ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമുക്ക് കുട്ടികളുടെ സംരക്ഷണത്തിനായി ഒത്തുചേരാം.